ഹായ്. കസ്റ്റമർ ക്ലോസ് ആവുന്നില്ലേ? ഇപ്പോഴും കസ്റ്റമറുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഒരുപാട് വർഷമായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും കറക്റ്റ് ആയിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടില്ല. കറക്റ്റ് ആയിട്ട് ക്ലോസിംഗ് നടത്തുന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് എവരി മന്ത് ഒരു പ്രോഫിറ്റ് ഇല്ല. ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് അല്ലെങ്കിൽ വേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ ഭയങ്കരമായിട്ടൊരു ഡൗൺ സംഭവിക്കാം. അല്ലേ? വലിയൊരു കടത്തിലേക്ക് പോവുക അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോകാൻ ഇനിയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സെയിൽസിന് വേണ്ടിയിട്ട് ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾക്ക് അത് സംഭവിക്കില്ല. കാരണം നിങ്ങൾ എന്താണോ എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അത് നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫാമിംഗ് മെത്തേഡിലേക്ക് വരണം. ഫാമിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ, കസ്റ്റമറിനെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, വലിയൊരു ഗ്രോത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, എല്ലാ കമ്പനികളും ജിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് ചെയ്യുന്നത് ആക്ച്വലി കസ്റ്റമറെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കസ്റ്റമർ അവരെ തേടി പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്പർ ഓഫ് കസ്റ്റമർ ആണ് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ അടുത്തേക്ക് എത്താം. മറ്റേ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കസ്റ്റമറിന് വേണ്ടി അവനിരിക്കുന്നിടത്ത് അങ്ങോട്ട് പോയിട്ട് എന്നിട്ടോ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും? അതാണ്. അപ്പൊ ആ ഒരു മെത്തേഡ് നിങ്ങൾ മാറാതെ ഓൺലൈനിലേക്ക് കറക്റ്റ് ആയിട്ട് വരാതെ ഓൺലൈനിന്റെ സിസ്റ്റം യൂസ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പോൾ ഇനിയെങ്കിലും കസ്റ്റമറുടെ പിന്നാലെ പോകുന്നത് നിർത്ത്. ഓക്കെ. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾ ഇനി മാറാൻ ആഗ്രഹിക്കുന്നത്? സെയിൽസ് കൂട്ടാനാണോ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓൺലൈനിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് കൂടുതൽ സെയിൽസ് ബിൽഡ് ചെയ്യണം? അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം.